എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങള് കപ്പയാണ് വൈകുന്നേരത്തെ ഭക്ഷണം. അപ്പൊ നമുക്ക് തുറന്നു വെക്കാം എങ്ങനെയുണ്ട് എന്താന്ന്. കപ്പ കഴിക്കാൻ ആർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കട്ടെ. കഴിച്ചു നോക്കാട്ടാ. കഴിച്ചു നോക്കാം. അധികം ചൊറ മതി. നല്ല പൂ പോലെ വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്ടാ. ചൂട് 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 ക്യാമറ കഴിച്ചോളൂ. അപ്പൊ നമ്മള് കപ്പ പുഴുങ്ങി കഴിഞ്ഞിട്ടാ അമ്മ ഇനി എന്താ പരിപാടി? കപ്പ നമുക്ക് എന്തും കൂടി കഴിക്കാം. ഇറച്ചി എങ്ങനെയാ മേടിച്ചത്? ഇത് നമ്മള് കടയിലെ ഇറച്ചിയാണ്. നല്ല ബീഫ് റോസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സൽക്കാർ ഹോട്ടലിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ബീഫ് റോസ്റ്റ് ചെയ്യാൻ കടയിൽ നിന്ന് മേടിച്ച് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് കപ്പയും കൂടി കഴിക്കാം. അപ്പോൾ ഇത് 2 ബീഫ് റോസ്റ്റ് ഉണ്ട് കേട്ടാ. തോമ്പടിയിൽ നിന്ന് സൽക്കാർ ഹോട്ടലിൽ നിന്ന് മേടിച്ചതാ. എങ്ങനെയുണ്ട് അമ്മച്ചത്? ഇത് ഒരെണ്ണത്തിന് 110 രൂപ. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടാ. അമ്മച്ചി എന്ത് പിടിച്ചത്? എന്ത് സംഭവിക്കട്ടെ, ഇത് അങ്ങനെ പിടിക്കല്ലേ, നമുക്കല്ലേ. ആ പയ്യെ എന്ത് സംഭവിക്കില്ല, പൊട്ടിത്തെറിക്കും. ഇവറക്കാം. അടുത്തേം കൂടി ഇടാം നമുക്ക്. നമുക്ക് ഇവിടെ നേരത്തെ പിടിച്ചോലെ പിടിച്ചോ. അത് മൊരിയട്ടാ. കപ്പക്ക് ചാറ് വയ്ക്കാൻ വെള്ളമല്ലേ ഇരിക്കണം നമുക്ക്. ഇതെന്താ അരക്കിലോ ഇറച്ചി വാങ്ങിച്ച് ഇത്രയും കിട്ടൂല. അപ്പൊ ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇളക്കല് വേണ്ട. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് റോസ്റ്റ് ഇത്തിരി കൂടി ഒന്ന് ചൂടാക്കി എടുക്കാല്ലേ. എങ്ങനെയുണ്ട്? മയത്തിൽ ഇറക്കാം അല്ലേ? ഇറക്കാറായ ഒന്നും കൂടി ചൂടാകട്ടെ. എനിക്ക് ഇന്ന് 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ കപ്പയും ബീഫും അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇരിക്കണേണ്. അപ്പൊ ഞാനും നേരത്തെ പറഞ്ഞിരുന്നില്ലേ 2 ഗസ്റ്റ് ഉണ്ടെന്ന് എനിക്ക്. അപ്പൊ ടീമേ വാ. എപ്പോഴും ശ്രദ്ധിയായിരിക്കട്ടെ. ഇതെന്താ ഇങ്ങനെ ശ്രുതി പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടാ? അപ്പൊ പിലാസംഭവനാണ്ടാ. അമ്മച്ചൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇത് ബെനീഷിന്റെ പിലാസംഭവൻ, ഇത് പിലാസംഭവന്റെ അന്യൻ. രണ്ടുപേരും പേരെന്ന് പറഞ്ഞേ. സബാനെ എന്ന് പറയണ പോലെ നമ്മുടെ മറ്റേ എന്ത് പടത്തിലാ പറയുന്നത് സബാനുള്ളത്? ഹനീബിലി അല്ലേ? ഹനീബിയിലെ സബാനാണ് കേട്ടാ. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കിയല്ല ഫുഡ്. അപ്പൊ ഇയാള് കുറെ നാളായിട്ട് വർഷങ്ങളായി നടക്കണ പ്രായം തുടങ്ങി പറയണേ എൻ്റെ വീഡിയോയിലൊന്ന് വന്നോന്ന്. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഡിക്സൻ്റെ മക്കളാണ്. ഞാനും ഡിക്സനും കൂടി ചെറുപ്പം തുടങ്ങി കളിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അടിപൊളി. അവർക്ക് 2 ആൺമക്കളാണുള്ളത്. അതാണ് ഇത് രണ്ടുപേരും. അപ്പോൾ ഇത് പിടിക്ക് അമ്മച്ചി പോലെ. അവിടെ നിന്നോ എനിക്ക് വേണ്ട. അമ്മച്ചിക്ക് തന്നില്ല. അമ്മച്ചി ഒന്ന് കൊടുക്കുക അവർക്ക്. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ആൾക്കാർ കാണട്ടാ. രണ്ടുപേരും ഇത് പിടിച്ചേ. കപ്പയെ കഴിക്കുമോ നിങ്ങൾ? പിന്നെ കപ്പ പറഞ്ഞാലേ ആദ്യം നമുക്ക് ടേസ്റ്റ് നോക്കാം. കൊച്ചു കേട്ടോ. ജിബിനുമ്പാ. അപ്പൊ ഇന്ന് അജയാണ് ക്യാമറ ഓടിക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞിരുന്നോ, ബാക്കി ഇരുന്നാൽ കാണൂല. അങ്ങോട്ട് പോകണ്ട, ഇവിടെ ഇരുന്നോട്ടെ എല്ലാരും. ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചോളൂ അമ്മച്ചി. അമ്മച്ചിക്ക് ഇങ്ങനെ ഇട്ട് തന്നാ അമ്മച്ചി കഴിക്കുമോ? തിരിഞ്ഞിരുന്നോ, അങ്ങോട്ട് തിരിഞ്ഞിരുന്നോ എല്ലാരും. അപ്പൊ ഞാൻ വെച്ച ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറയണോ കേട്ടോ. ഇറച്ചി ഞാൻ വെച്ചതല്ല. ഇറച്ചി കഴിക്കുമോ? കുറച്ചും കൂടി ഇട്ട് ഇറച്ചി. അവിടെ ഇരുന്നോ. ഇപ്പോഴാണ് ബ്ലോഗിനൊരു സെറ്റായത്. ഇത്രയും പേരൊക്കെ ഒന്ന് കഴിച്ചാലാണ് സെറ്റാവുന്നത്. കിട്ടുന്ന ആൾക്കാർ ഭിത്തിയിലിരുന്നോ കേട്ടാ. അവിടെ ഇരുന്നോ. അമ്മച്ചി അവിടെ കഴിക്കണേ നോക്കിയിരുന്നോ. ആ അവിടെ ഇരുന്നോ. ഇട്ടോളൂ. അപ്പൊ ഇയാള് കഴിച്ചിട്ട് പറ. ഒന്നും കൂടി മുക്കിയേ. കഴിച്ചേ. ഇറച്ചി കഷ്ണം എടുത്ത് തന്നെ
എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പർ ഞാൻ പറഞ്ഞാണോ? ആണോ? ഞാൻ പറഞ്ഞ സൂപ്പർ എന്ന് പറയാ? ശരിക്കും സൂപ്പറാണോ? അയാളെന്ന് പറഞ്ഞ വിലാസ് എന്ന് പറയാ. വിലാസ് ഒന്ന് കഴിച്ചേ, ഒന്ന് കഴിച്ചു കാണിച്ചു കൊടുത്താൽ ഒരു കഷ്ണം എടുത്ത് വായിൽ നോക്ക്. ഇത് വലിയ കഷ്ണം. ആ മുക്കി വായിൽ നോക്ക്. എങ്ങനെയുണ്ടല്ലോ ഒച്ചത്തി പറ. സൂപ്പർ. അടിപൊളിയാണോ? ജിബിനെന്താ കഴിച്ചേ? അമ്മയുടെ അടുത്ത് നിന്ന് കഴിച്ചോ? അമ്മച്ചി കൊത്തിയിട്ടിട്ട് പൊളിയല്ലേ? ഇനി ഞാനൊന്നും കഴിക്കട്ടാ. ഞാൻ കഴിക്കുമ്പോൾ കൊതി എന്നൊക്കെ ആൾക്കാർ പറയണം. ഞാൻ ചെറിയൊരു കഷ്ണം കഴിക്കട്ടെട്ടാ. ബീഫ് അങ്ങനെ കഴിക്കാറില്ല ഞാൻ ഒരു കാലത്ത് ബീഫ് മാത്രം കഴിക്കുള്ളൂ പറഞ്ഞു. കാരണം ഇപ്പം ബീഫ് കഴിക്കാൻ പറ്റണില്ല. കഴിക്കാൻ പറ്റാണ്ടല്ല, ബീഫ് കഴിച്ചാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മുക്കുക വേണ്ട. അടിപൊളി. എന്ത് ചെയ്യട്ടെ വന്നേ? തരാനല്ല, നമുക്ക് അതിൻ്റെ വേണ്ടേ? ഇതങ്ങോട്ട് നോക്കിയേ. ഇതത്തെ വീഡിയോ വാങ്ങിയ സിമ്പിൾ വീഡിയോ അല്ല. നമുക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നല്ല. കപ്പ അരിഞ്ഞു തന്നാരാ? രണ്ടീരം കപ്പ മേടിച്ചിട്ട് ഞങ്ങൾ തന്നെ അരിഞ്ഞ് ഞങ്ങൾ തന്നെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് തുറക്കാൻ മാത്രം അമ്മച്ചി വിളിച്ചത് കേട്ടോ. അമ്മച്ചിക്ക് ഇന്നാണ് ഏറ്റവും കൂടുതൽ പണി കുറഞ്ഞ ദിവസം വ്ലോഗ് ചെയ്തിട്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ വന്നിട്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ വീഡിയോ ആണ്. അടിപൊളി. എന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഏത് പാട്ടാ ഇഷ്ടം? ടീമേ തന്നെ പാട്ടാ ഇഷ്ടം എന്ന് പറഞ്ഞ. അപ്പം അമ്മച്ചി എന്താ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത്? ആൾക്കാരടുത്ത് പറയുന്നത് നിങ്ങളും വൈകുന്നേരത്തെ ഭക്ഷണത്തിൽ കപ്പ മേടിച്ച് ഇറച്ചിക്കറി കപ്പ മുഴുവൻ ഇറച്ചിക്കറി കടയിൽ നിന്ന് മേടിക്കുക. മേടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു ഇറച്ചിക്കറിക്ക് 110 രൂപ ഉള്ളു. 3-4 പേർക്ക് കഴിക്കാം. ഗ്രേവി കൂട്ടി മേടിച്ചാൽ മതി. ഒരു അരക്കിലോ ഇറച്ചി മേടിക്കുന്ന എത്ര ആശാവും അമ്മച്ചി? 10-250 രൂപ വരും. 250 രൂപ വരും. പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി കപ്പയെ മേടിച്ചിട്ട് അത് പിള്ളേർ കൂട്ടൂല. ഇത് നമുക്ക് ഈ 110 രൂപ ഇറച്ചി മേടിച്ച് കഴിഞ്ഞാൽ കപ്പയൊക്കെ ഇട്ട് കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.